ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, കുപ്പിവെള്ളത്തിന് നമ്മൾ ധാരാളം പണം ഇതിനകം മുടക്കി കാണണം അല്ലേ? എല്ലാവരും വെള്ളത്തിനായി ഇത്രയധികം ചെലവഴിക്കുന്നത് എന്തിനാണ്? കുപ്പിവെള്ളത്തെ സവിശേഷമാക്കുന്നത് എന്താണെന്ന് കണ്ടെത്തണം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ ബ്രാൻഡും വ്യത്യസ്തമായ തരത്തിൽ പരസ്യങ്ങൾ ചെയ്യുന്നു. പ്രകൃതിദത്ത നീരുറവ വെള്ളം, ഭൂമിയിലെ ഏറ്റവും മികച്ച വെള്ളം എന്നിങ്ങനെ പലതരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും അർത്ഥമുണ്ടോ? വില കുറഞ്ഞ വെള്ളമോ വില കൂടിയ വെള്ളമോ ശരിക്കും ഒരു വ്യത്യാസം അനുഭവിക്കാൻ കഴിയുമോ? പിന്നെ ഈ കുപ്പികൾക്കുള്ളിൽ എന്താണുള്ളത്? വെള്ളം എവിടെ നിന്ന് വരുന്നു? അത് എങ്ങനെ വൃത്തിയാക്കുന്നു? ആരോഗ്യ അവകാശവാദങ്ങൾ ശരിയാണോ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് മുഴുവനായി നോക്കിയാൽ $350 ബില്യൺ വിലമതിക്കുന്ന ഈ വ്യവസായം നടത്തുന്ന കമ്പനികൾ വരെയുണ്ട്. നമുക്ക് അവരെ വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ പ്രധാന ചോദ്യം ഇതാണ്. കുപ്പിവെള്ളം യഥാർത്ഥത്തിൽ ടാപ്പ് വെള്ളത്തേക്കാൾ മികച്ചതാണോ? നമ്മുടെ വീട്ടിലേക്ക് പൈപ്പ് വെള്ളം ലഭിക്കും. കുപ്പിവെള്ളം കൂടുതൽ ശുദ്ധമാണോ, സുരക്ഷിതമാണോ, ആരോഗ്യകരമാണോ? കാരണം അതിന് തീർച്ചയായും കൂടുതൽ ചിലവ് വരും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് മികച്ച ആരോഗ്യപരമായ ജലം ലഭിക്കാനാണ്. വെള്ളം ജീവിതമാണ്. ഓരോ വ്യക്തിക്കും കുടിക്കാൻ ശുദ്ധവും സുരക്ഷിതവുമായ വെള്ളം ഉണ്ടായിരിക്കണം. എന്നാൽ ഞാൻ പറയുന്നു, നമ്മൾ ഇന്ന് യാത്രകളിൽ കുപ്പികളിൽ വാങ്ങുന്ന ജലം ടാപ്പ് വെള്ളം ആയിരിക്കാം. നമ്മളത് രുചി വ്യത്യാസമില്ലാതെ കുടിക്കുന്നു. ബ്രാൻഡിംഗ് എത്രത്തോളം ശക്തമാണെന്ന് ഇത് കാണിക്കുന്നു. പലപ്പോഴും എല്ലാ കുപ്പികളുടെയും രുചി ഒന്ന് തന്നെയാണ്. ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് വിൽക്കുമ്പോൾ അവർ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ആവശ്യം ഒരു ഉൽപ്പന്നമാക്കി മാറ്റുകയാണ്. ശുദ്ധജലം എല്ലാവരുടെയും അവകാശമായിരിക്കണം. പക്ഷെ കമ്പനികൾ അതൊരു ബിസിനസ്സാക്കി മാറ്റി. അതാണ് ഈ കഥയുടെ കാതൽ. ഇത് വെള്ളത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്റർനെറ്റിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ, പേര്, ജന്മദിനം, വിലാസം, നമുക്കിഷ്ടമുള്ളത് ശേഖരിച്ച് ആ ഡാറ്റ അവർ വിൽക്കുന്നു. ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഈ ഡാറ്റ വിലപ്പെട്ടതാണ്. ഇന്നത്തെ ലോകത്ത് നമ്മുടെ ഡാറ്റ ഒരു ഉൽപ്പന്നം പോലെയാണ്. അതുപോലെ വെള്ളം എന്ന നമ്മുടെ അവകാശവും ഒരു ഉൽപ്പന്നമായി മാറിയിരിക്കുന്നു. ചരിത്രം നോക്കുകയാണെങ്കിൽ കുപ്പിവെള്ളം വേഗത്തിൽ വളർന്നു. 1970കളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് കുടിച്ചിരുന്നുള്ളൂ. ഇന്നത് എല്ലായിടത്തുമുണ്ട്. 80കളിലും 90കളിലും ആളുകൾ ധാരാളം സോഡയും മറ്റും കുടിച്ചിരുന്നു. പിന്നീട് ആരോഗ്യ വിദഗ്ധർ അമിതമായ പഞ്ചസാരക്കെതിരെ മുന്നറിയിപ്പ് നൽകി. അതിനാൽ ആളുകൾ പതുക്കെ വെള്ളത്തിലേക്ക് തിരിഞ്ഞു. അതൊരു തികച്ചും നല്ലൊരു മാറ്റമായിരുന്നു. എന്നാൽ ബോട്ടിൽ വെള്ളം ജനപ്രിയമായത് ആരോഗ്യപരമായ കാരണങ്ങളാൽ മാത്രമല്ല, അതിൻ്റെ ഉയർച്ചയ്ക്ക് അതിശയിപ്പിക്കുന്ന ഒരു കാര്യവുമായും ബന്ധമുണ്ട്. മറ്റൊരു പ്രശസ്തമായ പാനീയത്തിൻ്റെ അന്ത്യവുമായി. അതെ, ഇന്ത്യയിലെ പൊതുജലധാരകളെ ഒരു കാലത്ത് ഒരു പ്രധാന മുന്നേറ്റമായി കണക്കാക്കിയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ ശുദ്ധമായ കുടിവെള്ളം സമൂഹത്തിന്, ആളുകൾക്ക് സൗജന്യമായി ലഭ്യമാക്കാൻ കഴിയുമെന്ന് അവ കാണിച്ചു. പല പട്ടണങ്ങളിലും നഗരങ്ങളിലും പുരോഗതിയുടെയും സമൂഹ സേവനത്തിൻ്റെയും പ്രതീകമായി കേന്ദ്ര പ്രദേശങ്ങളിൽ പൊതു ടാപ്പുകളോ ജലധാരകളോ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ കാര്യങ്ങൾ മാറി. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയായി പരിപാലിക്കപ്പെട്ടില്ല. ഈ ജലധാരകളിൽ പലതും അവഗണിക്കപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ മലിനീകരണവും ശുചിത്വ പ്രശ്നങ്ങളും ആളുകൾ അവരുടെ സുരക്ഷ നഷ്ടപ്പെട്ടതായി സംശയിച്ചു. 1990കളിലും 2000കളിലും ഒരു കാലത്ത് അഭിമാനകരമായ ഒരു പൊതു സൗകര്യമായിരുന്ന സ്ഥലം ആളുകൾ പലപ്പോഴും ഒഴിവാക്കുന്ന ഒന്നായി മാറി. റോഡരികിലെ ടാപ്പുകളിൽ നിന്ന് കുടിക്കരുതെന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകി. അത് രോഗത്തിന് കാരണമാകുമെന്ന് ഭയപ്പെട്ടു. മറ്റൊരു പ്രശ്നം, സർക്കാർ ശുദ്ധീകരണ പ്രവർത്തികൾ ചെയ്യുന്നില്ല എന്നതും കാരണമായി. വീടുകളിലെ ടാപ്പ് വെള്ളത്തിനും സമാനമായ സംശയം നേരിടേണ്ടി വന്നു. മലിനീകരണം, പഴയ പൈപ്പ് ലൈനുകൾ, ചില പ്രദേശങ്ങളിലെ മോശം സംസ്കരണ പ്ലാന്റുകൾ എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആളുകളെ അതിൻ്റെ ഗുണനിലവാരത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്നിരുന്നാലും പല ഇന്ത്യൻ നഗരങ്ങളിലെയും ടാപ്പ് വെള്ളം ശരിയായി ശുദ്ധീകരിച്ചിരുന്നതിനാൽ കുടിക്കാൻ സുരക്ഷിതമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പൊതുജനവിശ്വാസം ദുർബലമായിരിക്കുന്നു എന്നതാണ് പ്രശ്നം. സംശയം പടർന്നു കഴിഞ്ഞിരുന്നു. പൊതുജലധാരകൾ അപ്രത്യക്ഷമായി. കുപ്പിവെള്ളം ജീവിതത്തിലേക്ക് വന്നു. പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളുടെ പേരിൽ വിമർശനങ്ങൾ നേരിടുന്ന പെപ്സി, കൊക്കക്കോള തുടങ്ങിയ കമ്പനികൾ ഒരു അവസരം കണ്ടെത്തി. 1990കളുടെ മധ്യത്തിൽ അവർ അക്വാഫീന, ദസാനി തുടങ്ങിയ ബ്രാൻഡുകൾ ആരംഭിച്ചു. ഫിൽട്ടർ ചെയ്ത ടാപ്പ് വെള്ളം കുപ്പിയിലാക്കി അതിൻ്റെ യഥാർത്ഥ വിലയുടെ 1000കണക്കിന് മടങ്ങ് വിലയ്ക്ക് വിറ്റു. നെസ്ലെയും മറ്റ് കമ്പനികളും താമസിയാതെ ഇതിൽ പങ്കുചേർന്നു. ബോട്ടിൽ വെള്ളം മുമ്പ് നിലവിലുണ്ടായിരുന്നു, പക്ഷേ ഈ ബ്രാൻഡുകൾ അതിനെ മുഖ്യധാരയാക്കി. തന്ത്രം വിജയിച്ചു. ഇന്ന് കുപ്പിവെള്ളം $100 ബില്യൺ വിലമതിക്കുന്ന ഒരു ആഗോള ബിസിനസ്സാണ്. എല്ലാ വർഷവും
1/2 ട്രില്യണിലധികം പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കുന്നു. അത് അമിതമായ പ്ലാസ്റ്റിക് മാലിന്യമാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, അന്ധമായ രുചി പരിശോധനകളിൽ പലർക്കും കുപ്പിവെള്ളവും ടാപ്പ് വെള്ളവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിയില്ല. രുചി ഏതാണ്ട് സമാനമാണ്. എന്നിരുന്നാലും കുപ്പിവെള്ളം ഒരു വലിയ കാരണം കൊണ്ടാണ് വളരുന്നത്: സൗകര്യം. ഇത് കൊണ്ടുപോകാവുന്നതും ഉപയോഗശൂന്യവും യാത്രക്കിടെ എളുപ്പത്തിൽ എടുക്കാവുന്നതുമാണ്. സോഡകൾക്ക് പകരം ആരോഗ്യകരമായ ഒരു ബദലായി ആളുകൾ ഇതിനെ കാണുന്നു. കാലക്രമേണ ആ ശീലം കൂടുതൽ ശക്തമായി. അതുകൊണ്ട് കോർപ്പറേഷനുകൾ നമ്മുടെ സൗകര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ജീവിതശൈലി മുതലെടുത്തു. ദൈനംദിന വിഭവത്തെ വളരെ ലാഭകരമായ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി. കുപ്പിവെള്ളത്തിൽ നിന്ന് വൻകിട കമ്പനികൾ കോടിക്കണക്കിന് സമ്പാദിക്കുന്നു. അതിനാൽ അവർ അത് വിൽക്കാൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. ശുദ്ധമായ നീരുറവകൾ, പ്രകൃതിദത്തമായ വെള്ളം, ആരോഗ്യ വാഗ്ദാനങ്ങൾ എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ അവർ ഉപയോഗിക്കുന്നു. എന്നാൽ സത്യം മറ്റൊന്നാണ്. അമേരിക്കയിലെ കുപ്പിവെള്ളത്തിൽ ഭൂരിഭാഗവും വെറും ടാപ്പ് വെള്ളമാണ്. ഇത് വൃത്തിയാക്കി പിന്നീട് കുപ്പികളിൽ പാക്ക് ചെയ്ത് ആയിരക്കണക്കിന് ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു. ഉദാഹരണത്തിന് ദസാനിയും അക്വാഫിനെയും പ്രധാനമായും ഫിൽട്ടർ ചെയ്ത നഗരത്തിലെ തന്നെ ടാപ്പ് വെള്ളമാണ്. ദസാനി UK-യിൽ ഈ വെള്ളം വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അത് ലണ്ടനിലെ ടാപ്പ് വെള്ളമാണെന്ന് ആളുകൾ കണ്ടെത്തി. പിന്നീട് പരിശോധനകളിൽ ദോഷകരമായ രാസവസ്തുക്കൾ പോലും കാണിച്ചതിനാൽ കമ്പനിക്ക് അതവിടെ വിൽക്കുന്നത് നിർത്തേണ്ടി വന്നു. ഇന്ത്യയിലും കുപ്പിവെള്ള ബ്രാൻഡുകൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി നിരവധി റിപ്പോർട്ടുകൾ തെളിയിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അധികാരികൾ നടത്തിയ പരിശോധനകളിൽ നിരവധി കുപ്പിവെള്ള കമ്പനികൾ സുരക്ഷിതമല്ലാത്തതോ മലിനമായതോ ആയ വെള്ളം വിൽക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അവർ അത് ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പരസ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സർക്കാർ പരിശോധനകളിൽ പല കുപ്പിവെള്ള സാമ്പിളുകളും സുരക്ഷിതമല്ലാത്തതോ ഗുണനിലവാരമില്ലാത്തതോ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കർണാടകയിൽ മാത്രം 2025 നടത്തിയ ഒരു സർവേയിൽ 95 കുപ്പിവെള്ള സാമ്പിളുകൾ സുരക്ഷിതമല്ലെന്നും 88 സാമ്പിളുകൾ നിലവാരമില്ലാത്തതാണെന്നും കണ്ടെത്തി. അതിൽ സുരക്ഷാ പരിധിക്കപ്പുറം ബാക്ടീരിയ, രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. അതേസമയം വിശ്വസനീയമായ ബ്രാൻഡുകളാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബിസ്ലേരി എന്നതിന് സമാനമായ പേരുകളുള്ള കുപ്പികൾ വിൽക്കുന്ന വ്യാജ കമ്പനികൾ പിടിക്കപ്പെട്ടു. അറിയപ്പെടുന്ന ഈ മുൻനിര ബ്രാൻഡ് കുപ്പിവെള്ളം പോലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര പഠനങ്ങൾ ജനപ്രിയ ബ്രാൻഡുകളിൽ മൈക്രോപ്ലാസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് കണികകൾ ഗുരുതരമായ ആരോഗ്യ ആശങ്കകൾ ഉയർത്തുന്നതായി കണ്ടെത്തി. കേരളത്തിലും കുപ്പിവെള്ളത്തിന് ഗുരുതരമായ ഗുണനിലവാര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനകളിൽ ചില കുപ്പിവെള്ള സാമ്പിളുകളിൽ ഈക്കോളി ഫംഗസ് എന്നിവ കണ്ടെത്തി. കൊച്ചി കോർപ്പറേഷൻ പ്രോജക്റ്റിൽ പോലും കോളിഫോം ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിരുന്നു. ആലപ്പുഴ, കോട്ടയം പോലുള്ള ജില്ലകളിൽ നിരവധി കമ്പനികൾ ബാക്ടീരിയയും ഫംഗസും കലർന്ന കുപ്പിവെള്ളം വിൽക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വ്യാജ ISI മാർക്ക് ഉപയോഗിച്ചുള്ളതും ശരിയായ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതുമായ യൂണിറ്റുകൾ പ്രത്യേകിച്ച് പാലക്കാട്, ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്ന കുപ്പിവെള്ളം എല്ലായ്പ്പോഴും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഈ കേസുകൾ കാണിക്കുന്നു. കുപ്പിവെള്ളം ടാപ്പ് വെള്ളത്തേക്കാൾ ശുദ്ധമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ പലപ്പോഴും ടാപ്പ് വെള്ളവും അത്ര തന്നെ സുരക്ഷിതമാണ്. ചിലപ്പോൾ അതിലും സുരക്ഷിതമായിരിക്കാം. കാരണം അത് എല്ലാ ദിവസവും പലതവണ പരീക്ഷിക്കപ്പെടുന്നു. കുപ്പിവെള്ളം ശുദ്ധവും പ്രകൃതിദത്തവുമാണെന്ന് കമ്പനികൾ പലപ്പോഴും പരസ്യം ചെയ്ത് വിൽക്കാറുണ്ട്. അമേരിക്കയിൽ പോളണ്ട് സ്പ്രിംഗ് ഒരു കാലത്ത് യഥാർത്ഥ നീരുറവകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ വളരെ കാലം മുമ്പ് നീരുറവ വറ്റിപ്പോയി. അപ്പോൾ അവർ ഭൂഗർഭ കിണറുകളിൽ നിന്ന് വെള്ളം എടുക്കുകയും അപ്പോഴും അതിനെ സ്പ്രിംഗ് വാട്ടർ എന്ന് വിളിക്കുകയും അതേ പരസ്യത്തിൽ വിൽക്കുകയും ചെയ്തു. ഫിജി വാട്ടർ തങ്ങളുടെ വെള്ളം അഗ്നിപർവ്വത ജലാശയത്തിൽ നിന്നുള്ളതാണെന്നും മനുഷ്യൻ സ്പർശിക്കാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ അത് വളരെ പ്രശസ്തമായി. എന്നാൽ അവർ US ടാപ്പ് വെള്ളത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു പരസ്യം അവതരിപ്പിച്ചു. ആ സാഹചര്യത്തിൽ ക്ലീവ്ലാൻഡ് നഗരം അത് പരീക്ഷിച്ചു. ഫിജി കുപ്പികളിൽ ആർസനിക് കണ്ടെത്തി. അതേസമയം ക്ലീവ്ലാൻഡ് ടാപ്പ് വെള്ളം സുരക്ഷിതമായിരുന്നു. ഇന്ത്യയിലും ഇതേ പ്രശ്നം നിലനിൽക്കുന്നു. ചില ബ്രാൻഡുകൾ അവരുടെ വെള്ളം പ്രകൃതിദത്തം അല്ലെങ്കിൽ ധാതു സമ്പുഷ്ടം ആണെന്ന് കാണിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അതിൽ ഭൂരിഭാഗവും ഫിൽട്ടർ ചെയ്ത ടാപ്പ് അല്ലെങ്കിൽ ബോർവെൽ വെള്ളമാണ്. കർണാടക, തെലങ്കാന, കേരളം എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ കുപ്പിവെള്ളത്തിൽ ബാക്ടീരിയ, വ്യാജ ബ്രാൻഡുകൾ, സുരക്ഷിതമല്ലാത്ത രാസവസ്തുക്കൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ അത് അമേരിക്കയായാലും ഫിജി ആയാലും ഇന്ത്യയായാലും കുപ്പിവെള്ളം എല്ലായ്പ്പോഴും കമ്പനികൾ അവകാശപ്പെടുന്നത്ര ശുദ്ധമല്ല. അതിനാൽ കുപ്പിവെള്ളത്തിന് പ്രത്യേകതയില്ല. ഇതിന് കൂടുതൽ ചിലവ് വരും, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇപ്പോഴും പല കമ്പനികളും പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ വെള്ളം ഒരുപാട് ഗുണങ്ങൾ നൽകുന്നു എന്നും
തികഞ്ഞ pH ഉണ്ടെന്നും അവർ പറയുന്നു. എന്നാൽ ആൽക്കലൈൻ വെള്ളം സാധാരണ വെള്ളത്തേക്കാൾ മികച്ചതല്ലെന്ന് ശാസ്ത്രം കാണിക്കുന്നു. വെള്ളത്തിലെ ധാതുക്കൾ യഥാർത്ഥവും ആരോഗ്യത്തിനും നല്ലതുമാണ്. പക്ഷേ ടാപ്പ് വെള്ളത്തിന് അതിലധികം തന്നെ ധാതുക്കളുമുണ്ട്. ചുരുക്കത്തിൽ കുപ്പിവെള്ളത്തിന്റെ അവകാശവാദങ്ങളിൽ പലതും വെറും മാർക്കറ്റിംഗ് മാത്രമാണ്. ഉദാഹരണത്തിന് ആൽക്കലൈൻ അല്ലെങ്കിൽ അയോണൈസ്ഡ് വെള്ളം ആരോഗ്യകരമാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ പഠനങ്ങൾ കാണിക്കുന്നത് അതിന് ശക്തമായ തെളിവൊന്നുമില്ല എന്നാണ്. മറുവശത്ത് ഇലക്ട്രോലൈറ്റുകൾ യഥാർത്ഥമാണ്. ശരീരത്തിൽ വെള്ളം നിലനിർത്താൻ സഹായിക്കുന്ന ഉപ്പ് പോലുള്ള ധാതുക്കളാണ് അവ. ശരീരം ധാരാളം വിയർക്കുമ്പോൾ ഇലക്ട്രോലൈറ്റുകൾ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഗേറ്ററേഡ് പോലുള്ള സ്പോർട്സ് പാനീയങ്ങളിൽ അവ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ കുറച്ച് വ്യായാമം ചെയ്യുന്ന സാധാരണക്കാർക്ക് പ്ലെയിൻ വാട്ടർ മതിയാകും. പ്രത്യേക ഇലക്ട്രോലൈറ്റ് വെള്ളം അധിക നേട്ടങ്ങൾ നൽകുന്നില്ല. മിക്ക കുപ്പിവെള്ളവും ടാപ്പ് വെള്ളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല. അമേരിക്കയിൽ ഏകദേശം 90% വീടുകളിലും സുരക്ഷിതവും ശുദ്ധവുമായ ടാപ്പ് വെള്ളം ഇതിനകം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ചിത്രം വളരെ വ്യത്യസ്തമാണ്. ഏകദേശം 96% ഇന്ത്യൻ കുടുംബങ്ങൾക്കും പൈപ്പ് വിതരണം, കുഴൽക്കിണറുകൾ അല്ലെങ്കിൽ സംരക്ഷിത കിണറുകൾ തുടങ്ങിയ മെച്ചപ്പെട്ട കുടിവെള്ള സ്രോതസ്സുകൾ ലഭ്യമാണ്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും വെള്ളം സുരക്ഷിതമാണെന്ന് അർത്ഥമാക്കുന്നില്ല. 2021 കണക്കനുസരിച്ച് ഏകദേശം 36% വീടുകളിൽ മാത്രമേ പൈപ്പ് ജല കണക്ഷനുകൾ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ സർവേകൾ കാണിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ വീടുകളിൽ ഏകദേശം 6% പേർക്ക് മാത്രമേ അധിക സംസ്കരണമില്ലാതെ കുടിക്കാൻ കഴിയുന്നത്ര ശുദ്ധമായ വെള്ളം ടാപ്പിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ എന്നതാണ്. കോളിഫോം ബാക്ടീരിയ, ഫ്ലൂറൈഡ്, ആർസനിക്, വ്യാവസായിക മാലിന്യങ്ങൾ തുടങ്ങിയ മാലിന്യങ്ങൾ പലപ്പോഴും വിതരണത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ പലരും തിളപ്പിക്കൽ, RO ഫിൽട്ടറുകൾ അല്ലെങ്കിൽ കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്നു. സർക്കാരിന്റെ ജൽജീവൻ മിഷൻ ഗ്രാമീണ ടാപ്പ് വെള്ളത്തിന്റെ കവറേജ് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ബീഹാർ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉയർന്ന പുരോഗതി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഗുണനിലവാരവും വ്യത്യസ്തതയും അസ്ഥിരമായി തുടരുന്നു. ചുരുക്കത്തിൽ ഇതിനകം തന്നെ സുരക്ഷിതമായ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ US ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി ഇപ്പോഴും പൈപ്പ് വെള്ളം വ്യാപകമായി ലഭ്യമാണെന്നും സ്ഥിരമായി സുരക്ഷിതമാണെന്നും ഉറപ്പാക്കുക എന്നതാണ്. അതുവഴി കുപ്പിവെള്ളത്തെയും വീട്ടിലെ ഫിൽട്രേഷനെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും. പ്രശ്നം മികച്ച ടാപ്പ് വെള്ളം ആവശ്യപ്പെടുന്നതിനു പകരം വലിയ പരസ്യങ്ങളും ആരോഗ്യ അവകാശവാദങ്ങളും ഉപയോഗിച്ച് ആളുകൾ കുപ്പിവെള്ളത്തിനായി ധാരാളം പണം ചെലവഴിക്കുന്നു എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ കുപ്പിവെള്ളം എപ്പോഴും പൈപ്പ് വെള്ളത്തേക്കാൾ മികച്ചതല്ല. അമേരിക്കയിൽ മിക്ക പൈപ്പ് വെള്ളവും ഇതിനകം തന്നെ സുരക്ഷിതമാണ്. ഇന്ത്യയിൽ പ്രധാന പ്രശ്നം പൈപ്പ് വെള്ളം എല്ലായ്പ്പോഴും ശുദ്ധവും വിശ്വസനീയവുമാണെന്ന് ഉറപ്പാക്കുക എന്നതാണ്. കുപ്പിവെള്ളം വിലയേറിയതാണ്, ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നു, ചിലപ്പോൾ സുരക്ഷിതവുമല്ല. നമ്മുടെ പൊതുജല വിതരണം മെച്ചപ്പെടുത്തുക, അത് ഇടയ്ക്കിടെ പരീക്ഷിക്കുക, ആളുകളെ അതിൽ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നിവയാണ് യഥാർത്ഥ പരിഹാരം. നമ്മൾ അങ്ങനെ ചെയ്താൽ പ്ലാസ്റ്റിക് കുപ്പികളെ ആശ്രയിക്കാതെ എല്ലാവർക്കും കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധജലം ലഭിക്കും. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവകാശമായ ജലത്തെ ബിസിനസ്സാക്കി മാറ്റിയ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് പരസ്യങ്ങൾ കണ്ട് ഒരു പരിധിയിലധികം കുപ്പിവെള്ളത്തിന് പണം മുടക്കാതിരിക്കുക. ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കട്ടെ.